ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് എല്ലാവരും തെക്ക് വടക്ക് നടക്കുമായിരുന്നല്ലേ ഒരു ട്രേഡിന് വേണ്ടി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, നമുക്കൊരു അവസരം വേണം അല്ലേ. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അവസരം വന്നെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക, വന്നില്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകരുത്. ഓക്കെ, ഞാൻ കൃത്യമായിട്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത്, വെള്ളം ഉള്ളിടത്തെ മുങ്ങാൻ ശ്രമിക്കാവൂ, വെള്ളമില്ലാത്തടത്ത് നമ്മൾ മുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നോക്കി കാണുക. ഇതൊക്കെ മാർക്കറ്റിൽ നോക്കി കാണാൻ ഒരു അവസരമാണ്. ട്രേഡ് ചെയ്യാതിരിക്കുന്നതും ഒരു ട്രേഡാണ്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പിടിച്ചിരിക്കാൻ പറ്റി എന്നുള്ളത് ഇന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓക്കെ, ഇന്നൊരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഗുണം എന്തുവാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ കണ്ടീഷനിൽ ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊന്ന് അവലോകനം ചെയ്യുക. നിങ്ങൾ തന്നെ ഒന്ന് അവലോകനം ചെയ്യുക. ഞാൻ എന്ത് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കാൽപ്പ് ചെയ്തവർക്കൊക്കെ സ്കാൽപ്പ് ചെയ്ത് കാണും. ഇപ്പോൾ 5-10 ലോട്ടൊക്കെ ഒന്നിച്ചെടുത്ത് 5 പോയിൻറ്റിന് 8 പോയിൻറ്റിനൊക്കെ ചെയ്തവർക്ക് ചിലപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. ഓക്കെ, പക്ഷേ നമുക്ക് ന്യായമായ രീതിയിൽ ഒരു നോർമൽ ട്രേഡറിന് ഇതിനകത്ത് ഒരു ട്രേഡ് ഇല്ല. ഓക്കെ, നോർമൽ ട്രേഡ് ഇല്ല. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് വന്നു, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, താഴെ വന്നു, മേളിൽ പോയി, താഴെ വന്നു, നമ്മുടെ ഈ ട്രെൻഡ് ലൈനിൽ തന്നെ കിടന്ന് ആടി കളിക്കുന്നത്. അവസാന നിമിഷം ചെറുതായിട്ടൊരു ഫ്ലോപ്പ് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് ഇല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, മനസ്സിലായി. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മൾ ട്രേഡ് എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. നമുക്കിപ്പം ഇവിടെ കിട്ടി, ഇവിടെ ചിലപ്പോൾ നമ്മളിവിടെ എടുത്ത് വിചാരിച്ചു, ഇത് നമുക്ക് കൺഫർമേഷൻ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങളിവിടെ എടുത്തു. ഓക്കെ, 2 ക്യാൻഡിൽ കിട്ടി, അടുത്ത് വലിയ ഫോളാണ്, ഫുൾ ബോഡിയാണ്, നേരെ താഴോട്ട് വരുന്ന നോക്കിയോട്ട് അടുത്ത ക്യാൻഡിൽ സാധനം മുകളിലോട്ട് പോയി ഇല്ലേ. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള നല്ല അവസരങ്ങൾ വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലെവലുകളെല്ലാം ക്ലിയറാണ്. ഓക്കെ, ലെവലുകളൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ട്രെൻഡ് ലൈന് കറക്റ്റാണ്. ആ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഓക്കെ, ട്രെൻഡ് ലൈനിന് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ആ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ നിന്നോട്ടെ. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നാളെ അപ്പം ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് FOMC അറിയാമല്ലോ എന്തുവാന്ന്. FOMC മീറ്റിംഗ് ആണ് ഇന്ന്. ഓക്കെ, മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരുന്ന ദിവസമാണിന്ന്. ഓക്കെ, ഇന്ന് രാത്രിയിൽ അവരുടെ റേറ്റ് കട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇന്ന്. ആക്ച്വലി മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ന് പോസ് ചെയ്യുമെന്നാണ്. 4.5 കണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ റേറ്റ്. ആ 4.5 അങ്ങനെ തന്നെ തുടരും എന്നാണ് അനലിസ്റ്റുകളെല്ലാം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാർക്കറ്റിലൊന്നും സംഭവിക്കത്തില്ല. പക്ഷെങ്കിൽ ഈ റേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ അണ്ണൻ ജെറോം പവൽ, ഓക്കെ, പുള്ളിയുടെ പേര് നമ്മുടെ ഇവിടുത്തെ RBI ഗവർണർ അവിടുത്തെ ഫെഡ് ചെയർമാനാണ് പുള്ളി. ഓക്കെ, ആ RBI ഗവർണർ ജെറോം പവൽ എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ പോക്ക്. ഓക്കെ, അങ്ങേര് നല്ല രീതിയിൽ തേനും പുരട്ടിയ വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ മുകളിലോട്ട് പോകും. അല്ല കട്ടക്കലിപ്പിലാണ് എന്തെങ്കിലും ഗുളികൻ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പൊട്ടാൻ നല്ല സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലാസ്റ്റ് മൊമെൻ്റ് ഇത്രയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ കാര്യം ഇത് തന്നെയാണ്. ആൾക്കാരും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല, മനസ്സിലായോ. അവർക്ക് നാളെ എന്താ സംഭവിക്കാൻ അറിയത്തില്ല, അൺസർട്ടനിറ്റിയാണ്. അപ്പം ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണുമ്പം അങ്ങനെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൊസിഷൻ എക്സിറ്റ് ചെയ്താണ് ഈ കാണുന്നത്, മനസ്സിലായി. അതാണ് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി 11:30 ഇന്ത്യൻ സമയം 11:30 റേറ്റ് പ്രഖ്യാപിക്കുന്നത്. അതിന് ശേഷം പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന ഗുളിയം പോലിരിക്കും നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അപ്പോൾ നാളെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പും ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതാണ് അല്ലേ. ഈ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഈ ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈൻ ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ലൈൻ ഇതാണ് നാളത്തെ ഒരു നമ്മുടെ ബോട്ടം റേഞ്ച് എന്ന് പറയുന്നത്. ബോട്ടം റേഞ്ച് ഇതാണ്. മുകളിലത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതാ ഈ റേഞ്ച്. ഓക്കെ,
ഈ 2 റേഞ്ചിനകത്തിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സെയിം ആണ്. ഇത് നമ്മുടെ ട്രെൻഡ് ലൈന്, ഈ പറയുന്നത് ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈന്, ഇതിനിടയ്ക്ക് വരുന്നൊരു മിഡിൽ പോയിൻ്റാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് കൃത്യമായ ഒരു ഗതി കിട്ടിയതിന് ശേഷം മാത്രം, ഒരു ഡയറക്ഷൻ കിട്ടിയതിന് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് ഈ പോയിന്റിന് താഴോട്ട് 22,882 ഇതിന് താഴോട്ട് നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം താഴോട്ടുള്ള ട്രേഡുകൾ ലൈനൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്, എങ്ങോട്ട് പോകുന്ന സ്ഥിരം പറയുന്ന പോലെ തന്നെ. പിന്നെ അതിനുശേഷം ഫർദർ 23,103 ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് വളരെ മേജർ ഒരു പോയിൻ്റാണ്. ഈ 23,100 എന്ന് പറയുന്നത് 23,100 എന്ന് പറയുന്നത് 2 മേജർ പോയിന്റുകൾ. 23,000 മുകളിൽ ഒരു 15 മിനിറ്റ് നേരം ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, 23,000 മുകളിൽ ഒരു 15 മിനിറ്റ് നേരം മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ റാലി നമുക്ക് കാണും. അത് 23,100 വരെ പോകും. ഓക്കെ, 23,100 വരെ. അതിൻ്റെ മുകളിൽ പിന്നെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഫർദർ റാലി മേലോട്ട് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ലെവലുകളെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് വരാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിരുന്ന അതേ ലെവലിൽ തന്നെ വന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റ് നമ്മൾ വരച്ച ആ റേഞ്ചിൽ തന്നെ വന്ന് മാർക്കറ്റ് അത് ക്ലോസ് ചെയ്തു. മാർക്കറ്റ് ഇതിനകത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ വന്ന് ഈ ലൈൻ ഒന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇല്ലേ. കറക്റ്റായിട്ട് വന്ന് റീടെസ്റ്റ് ചെയ്ത്, നിഫ്റ്റി മാതിരി അല്ല, ഇത് നേരെ വന്ന് റീടെസ്റ്റ് എടുത്ത്, ഈ റീടെസ്റ്റിന് സൂപ്പറായിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 405 മുതൽ 727 വരെ 300 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടിയിട്ടുണ്ട് ഈ റീടെസ്റ്റിൽ എടുത്തവർക്ക് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പം അതാണ് അവിടുത്തെ ഒരു ലെവലുകൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, താഴോട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതാണ്ട് ഇതിങ്ങനെ നിൽക്കട്ടെ, ഇങ്ങനെ മതി. ഇതാണ് റേഞ്ച്. ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയ നിഫ്റ്റിക്കകത്ത് ട്രേഡ് ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കകത്തിൽ മിഡ് ക്യാപ്പിനകത്തിൽ നല്ല സൂപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലേ. നിങ്ങൾ എത്ര പേര് അത് അച്ചീവ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ചെയ്തവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് വിജയിച്ചവർ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ട്രേഡ് ചെയ്യാത്തവരും, സാറേ ഇന്ന് സെറ്റപ്പ് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് ചെയ്തില്ല എന്നുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. മോളോട്ട് ഓൾറെഡി ലൈനുണ്ട് 50 നല്ല. ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ മേലോട്ട് നമുക്ക് അടുത്തൊരു അപ്സൈഡ് നമുക്ക് കാണാം. ഇതിനിടയ്ക്ക് ഞാനൊരു വരച്ചില്ലേ ഈ 50. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഞാൻ വരച്ചു തരാം. ഒരു മിനിറ്റ്, അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് വേറെ ഇടയ്ക്കുള്ള ഒരെണ്ണം നോക്കട്ടെ. ഇത് ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഒരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ഇതും ഈ ഒരു പോയിൻ്റ് കൂടെ നിങ്ങൾക്ക്, ഈ ഒരു പോയിൻ്റ് ഇടക്കാല പോയിൻ്റ് എന്ന് പറയാനേ പറ്റത്തുള്ളേ. ഈ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഈ ഒരു പോയിൻ്റ്, ഇത് രണ്ടെണ്ണോടെ കടന്നോട്ടെ. ഓക്കെ, ഇടക്കാലമാണ്, വലിയ നിലപ്പൊന്നും കാണത്തില്ല, എങ്കിലും നിങ്ങൾക്കൊരു റെസിഡൻസിന് വേണ്ടി കടന്നോട്ടത് അവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 50,646 ഏറ്റവും ടോപ്പ്. അതിന് 50,463, 50,251, 50,036. പിന്നെ ഇപ്പം നിൽക്കുന്ന ലെവല് 49,791. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിനകത്തിൽ സൂപ്പർ റാലി. ഞാൻ എൻ്റെ വീക്കിലി അനാലിസിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് 950 റേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊസിഷണൽ കോള് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേര് എടുത്തു എന്നറിയത്തില്ല, ഞാനൊരെണ്ണം ഉണ്ടായിരുന്നു, ഞാനത് ഇന്നലെ ബുക്ക് ചെയ്തു. ഇന്ന് അത് ഏകദേശം 10,950 നിന്ന് ഏകദേശം ഇന്ന് 10,400 വരെ, 10,350, 11,400 വരെ പോയത്. എത്രയാണ്? 11,390 വരെ പോയി. ഏകദേശം ഒരു
400-450 പോയിന്റ് റാലി, നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾ പൊസിഷനായിട്ട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. ഓക്കെ, ഞാനത് പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ. എത്ര പേര് പ്രോഫിറ്റ് എടുത്തെന്ന് അറിയത്തില്ല. പ്രോഫിറ്റ് എടുത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം നാളെ ഇനി ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട്, ഞാൻ എപ്പോഴും പറഞ്ഞു മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് ചെയ്യുമ്പം റാലി കിട്ടുവാണെങ്കിൽ ഭയങ്കര റാലി ആയിരിക്കും. മറ്റുള്ളവരൊന്നും നോക്കത്തില്ല പുള്ളി. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒന്നും നോക്കത്തില്ല, പുള്ളി വൺ വേ റാലി ആയിരിക്കും. അപ്പം മാർക്കറ്റ് നല്ലപോലെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് പറക്കും. അതുകൊണ്ടാണ് നിഫ്റ്റിയൊക്കെ ഇന്ന് കടന്ന് ആടി കളിച്ചിട്ടും 300 പോയിൻ്റൊക്കെ മിഡ് ക്യാപ്പ് പറക്കാൻ കാരണം പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഇന്ന് ഇത് വന്നൊന്ന് നോക്കിക്കോട്ടെ. ഞാൻ ഇന്നത്തെ FII ഡേറ്റ എന്താണെന്ന് നോക്കട്ടെ, വന്നോന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, നോക്കിയിട്ടൊന്ന് പറയാം. നോക്കട്ടെ വന്നിട്ടുണ്ടോയെന്ന്. ഇന്ന് 19 ഇല്ല, വന്നില്ല ഇതുവരായിട്ടും. FII ഡേറ്റ വന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. FIS വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, എനിവേ എന്തായാലും നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.